നമുക്ക് നല്ല ആന്ധ്ര സ്റ്റൈലിലൊരു മീൻ കറി വെച്ചാലോ. നല്ല ചോറിൻ്റെ കൂടെ കുഴച്ചടിക്കാൻ എൻ്റെ മോനെ സൂപ്പർ സാധനമായിരിക്കും. പെട്ടെന്ന് പോര്. അപ്പം നമുക്ക് വെക്കാം. ചട്ടി വെക്കുന്നു. ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം നല്ല തിളച്ച് വരുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് എണ്ണ തിളച്ചില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ കടുക് പൊട്ടി വന്നിരിക്കുകയാണ്. കുറച്ച് ചോപ്പ് ചെയ്ത ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ലേശം ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ കാണിക്കാൻ വിട്ടുപോയതാ. അപ്പം അതൊന്ന് നല്ലോണക്ക് വഴണ്ടി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ ലേശം പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് സെറ്റായി വരുമ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടി വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാം മുളക് പൊടി. ഇതിന് വേറെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൊരു അടിപൊളി ഫിഷ് കറിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കിന് നമുക്ക് നല്ലോണക്കൊരു 3 തക്കാളി നല്ല ഫ്രിഡ്ജിൽ നല്ല അടിച്ച് പരുവപ്പെടുത്തിയതാണ് ആഡ് ചെയ്ത് നല്ല ക്രീമി ആ തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്ത് നല്ല സെറ്റായി വരുമ്പോഴത്തേക്കിന് ഈ ഒരു കളർ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കളർ ഒന്ന് സെറ്റായി ഒന്ന് ഡ്രൈ ആയി വരുന്ന തരത്തിൽ. പിന്നെ ഒബിയസ്ലി അറിയാമായിരിക്കുമല്ലോ നമുക്ക് എന്താ ചേർക്കേണ്ടത്. നമുക്കൊരു പുളി വേണ്ടേ. അപ്പോൾ ലേശം പിഴുപുളി അങ്ങോട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്ത് പിഴുപുളി നല്ലോണക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് മസ്റ്റായിട്ട് വേണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണക്ക് തിളച്ച് നല്ല സെറ്റായി തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് നല്ല ഫ്രഷ് മീൻ ആഡ് ചെയ്ത് കൊടുക്കണം. മീൻ അങ്ങനെ 1 2 3 4 വീട്ടെ കഷ്ണം നിറഞ്ഞ് മണം നല്ല അടിപൊളി മണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീൻ അങ്ങോട്ട് അതിൽ വീണ് അങ്ങ് സെറ്റായി വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഒരു 7-8 മിനിറ്റ് ഇരുന്നൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നല്ല സ്വാദിഷ്ടമായ സൂപ്പർ ആന്ധ്ര സ്റ്റൈൽ കറി കഴിക്കുമ്പോൾ ഇങ്ങനെ ഓയിലിയോടുകൂടി വരും. ചോറിലേക്ക് ഒഴിക്കുക. നല്ല ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് മീൻ കറി വെച്ച് തരൂ. താങ്ക് യു.